Hi everyone, welcome to Priya's Maths World. Today we are going to study some practical problems on union and intersection. In earlier section, section 7, part 7, part 8, നമ്മൾ union, intersection, difference of two sets പഠിച്ചു. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. Complement of set അതും പഠിച്ചു കഴിഞ്ഞു. Today in this video we will go through some practical problems related to our daily life. Daily life ആയിട്ട് താരതമ്യം ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് നമുക്ക് ഈ സെറ്റിലൂടെ അല്ലെങ്കിൽ യൂണിയൻ ഇന്റർസെക്ഷന്റെ ആപ്ലിക്കേഷനായിട്ട് എങ്ങനെ ചെയ്യാം അതേക്കുറിച്ചാണ്. വെൻ ഡയഗ്രാംസ് ഓൾസോ യൂസിങ്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ലെറ്റ് എ ആൻഡ് ബി ആർ എനി ടു സെറ്റ്സ്, finite sets. Let A and B are two sets, two finite sets. Then A union B elements എന്തായിരിക്കും? എയും ബിയും ഫൈനൈറ്റ് സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി എങ്ങനെയായിരിക്കും? അപ്പം ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയേ, ഈ പറഞ്ഞ എ ഇത് ബി എന്നാണ്, ടു സെറ്റ്സ്. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എയിലെ എല്ലാ എലമെന്റ്സിന്റെ സമ്മും ബിയിലെ എലമെന്റ്സും ഇപ്പൊ ഇവിടെ കോമൺ എലമെന്റ്സ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ മൈനസ് ചെയ്യാം. അപ്പം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി, ഇത് രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ് നമുക്ക് മാറ്റി, കാരണം രണ്ടു പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല. കോമൺ എലമെന്റ്സ് റൈറ്റ് ഓൺലി വൺസ്. മൈനസ് അപ്പൊ സബ്ട്രാക്ട് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. Let A and B are two finite sets, then number of elements in A union B. നമുക്ക് നമ്പേഴ്സ് എല്ലാം തന്നിട്ടില്ല, നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഈ റിസൾട്ട് ഉപയോഗിച്ച് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്, കാരണം നെക്സ്റ്റ് ഇയറിൽ ഈ +1 തന്നെ ലാസ്റ്റ് ചാപ്റ്റർ ആയ പ്രോബബിലിറ്റി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അടുത്ത വർഷവും നമുക്കിത് ഉപയോഗിക്കേണ്ട ഒരു ഫോർമുലയാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി ഇഫ് എ ആൻഡ് ബി ആർ disjoint sets. Disjoint sets means, what is the peculiarity of disjoint sets? They don't have any common element. That means A intersection B is equal to null set. അപ്പം n of A union B എന്തായിരിക്കും? null set intersection ഇല്ല, അപ്പോൾ ഈ ടേം വേണ്ട. ബാക്കി എന്ത് വരും? n of A plus n of B. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ A എന്ന് പറയുന്ന സെറ്റ് എ ബി സി, ബി എന്ന് പറയുന്ന സെറ്റ് ഇ എഫ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ബി സി ഇ എഫ് എന്നല്ലേ വരിക. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി, 5 എലമെന്റ്സ്. അതാണ് ഡിസ്റ്റോയിന്റ് സെറ്റ് ആണെങ്കിൽ. അപ്പൊ ഇനി കോമൺ എലമെന്റ്സ് വരുന്നതാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. അപ്പൊ ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. ഇതൊന്ന്, ഇത് രണ്ടാമത്തെ റിസൾട്ട്. അപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ലഘൂകരിച്ചത്, ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം. ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു നൾ സെറ്റ്. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഈ വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു n of A minus B plus n of A intersection. n of A minus B plus n of A intersection B. എന്തുകൊണ്ടാണ്? A minus B and A intersection B are disjoint. ഇത് രണ്ടിനും കോമൺ ആയിട്ട് എലമെന്റ്സ് ഇല്ല അല്ലേ? ഇവിടെ എയ്ക്കും ബിക്കും കോമൺ എലമെന്റ്സ് ഉണ്ട്, പക്ഷേ A minus Bക്കും A intersection Bക്കും കോമൺ എലമെന്റ്സ് ഇല്ല. That means they are disjoint sets. In that case, you can write n of A is equal to n of A minus B plus n of A intersection B. Clear ആയി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എൻ ഓഫ് ബി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ബി മൈനസ് എ ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്. സോ വി ക്യാൻ റൈറ്റ് ഇത്രയും എലമെന്റ്സ് ഇത് കൂടെ കൂടുന്നതാണ് ബി. അപ്പൊ എൻ ഓഫ് ബി മൈനസ് എ പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നെഴുതാം. അപ്പൊ ഇനി 3 സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് വളരെ പഠിക്കേണ്ട ഈ റിസൾട്ടുകൾ മാത്രം. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി 3 സെറ്റ്സ് വരുവാണ്.
കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ല, സോറി കോമൺ എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ ജനറൽ ഫോമുലയിൽ. അപ്പൊ ഇതുപോലെ നമുക്ക് എഴുതുവാണെങ്കിൽ നമുക്ക് n of a plus n of b plus n of c minus n of a intersection b minus n of a intersection b then b intersection c minus n of അപ്പൊ എന്ത് വരും അടുത്ത് a intersection c. പിന്നെ ഇവിടെ ഒരു കേസ് കൊണ്ട് വരുന്നുണ്ട് പ്ലസ് n of a intersection b intersection c. അപ്പൊ ഈ ഫോമുല നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാം. എന്നാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ടു any two finite sets n of a union b equal to n of a plus n of b minus n of a intersection b. നമുക്ക് ഇവിടെ ഒക്കെ വരച്ചാൽ നമുക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഡിസ്റ്റോയിന്റ് സെറ്റ് ആണെങ്കിൽ n of a plus n of b മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഫിഗർ നോക്കുമ്പോൾ രണ്ടായിരം നോക്കുമ്പോൾ നമുക്ക് n of a എന്ന് പറഞ്ഞാൽ n of a minus b plus n of a intersection b എന്ന് എടുക്കാം. n of b is equal to n of b minus a plus n of a intersection because these two sets are disjoint sets. So n of a union b union c equal to n of a plus n of b plus n of c minus n of a intersection b minus n of b intersection c minus n of a intersection c plus n of a intersection b intersection c. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇത് പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യുന്നത് അതായത് ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നതിന് നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഒരു ഫസ്റ്റ് എക്സാമ്പിൾ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. എക്സാമ്പിൾ 1 ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഇഫ് x and y are two sets such that x has 25 elements, y has 30 elements and x union y has 50 elements, how many elements does x intersection y have? അപ്പൊ നമുക്ക് x has 25 elements എന്ന് പറഞ്ഞാൽ x and y are any two sets. x has 25 elements എന്ന് പറഞ്ഞാൽ n of x is equal to 25. y has 30 elements means n of y is equal to 30. And x union y equal to 50. That means n of x union b. N of x union b. When number of elements in x union y is equal to 50, we have to find n of x intersection y. How many elements in x intersection y has? അപ്പോൾ നമുക്ക് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. എയ്ക്കും ബിക്കും വരെ ഇവിടെ n of a union b is equal to n of a plus n of b minus n of a intersection b ആണ്. അപ്പൊ ഇവിടെ എയ്ക്കും ബിക്കും പകരം എന്താണ് എക്സും വൈയും ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? n of x union y is equal to n of x plus n of y minus n of x intersection y. Applying these values, ഏതൊക്കെ വാല്യൂസ് ആണ്? x union y എന്നുണ്ട് 50 equal to n of x is 25, n of y is 30 minus n of x intersection y. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ. അപ്പൊ ഈ ടേമിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടിരുന്നു, ഇത് അങ്ങോട്ടും കൊണ്ടുപോകും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? n of x intersection y is equal to 25 plus 30 is 55 minus 50, that is 5. There are 5 elements in x intersection. ഇതിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കാരണം നമുക്ക് ഈ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അത് വേറെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് ഏത് ഫോർമുല ഉപയോഗിക്കേണ്ടത് അതനുസരിച്ച് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഡയറക്റ്റ് പ്രോബ്ലം വളരെ എളുപ്പമാണ്. അപ്പം ഈ ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. സോ ഇനി നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് കടക്കാം. രണ്ടാമത് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ. In a class of 35 students, 25 like to play cricket and 16 like to play football. Also, each student likes to play at least one of the two games. How many students like to play both cricket and football? Question നിങ്ങൾ ഒന്നുകൂടെ വായിക്കുക. Class of 35 students എന്ന് പറയുമ്പോൾ 24 like to play cricket and 16 like to play football. അപ്പം നോക്കണം, ഇവിടെ 24 16 കൂടെ ആഡ് ചെയ്യുമ്പോൾ 35 കിട്ടുവാണ്. ആണെങ്കിൽ നമുക്ക് ഇതാണ് n of a union b. അപ്പം ഇവിടെ number of elements in who likes, sorry, number of students who like to play cricket എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ a ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ക്രിക്കറ്റ് സി നിങ്ങൾക്ക് സൗകര്യം അല്ലെങ്കിൽ എളുപ്പത്തിൽ പറയുമ്പോൾ നമുക്ക് let a be the set of students
like to play cricket. And B is the set of students who likes to play football. ഇങ്ങനെ നമ്മൾ രണ്ട് സെറ്റ് എടുക്കുക. ഇവിടെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന്റെ സെറ്റ് എ എന്നും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ സെറ്റ് ബി എന്നും എടുക്കാം. അപ്പൊ നമുക്ക് ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഓൾസോ ഈ സ്റ്റുഡന്റ് ലൈക്സ് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ഗെയിംസ്. എല്ലാ സ്റ്റുഡൻസിന്റെ ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരാണ്. ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ? ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റില് രണ്ടിൽ ഉൾപ്പെടുന്ന എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇന്റർസെക്ഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഹു ലൈക്സ് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. അപ്പം നമുക്ക് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ യൂണിയൻ ബി ഇസ് ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്സ് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഗെയിം. അപ്പൊ 35 പേരിൽ എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു സ്പോർട്ട് ഐറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്, കളിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്സ് ടു പ്ലേ at least one of the game. ഇത് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെടുന്നവരാണ്. അതപ്പോ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ എൻ ഓഫ് എ യൂണിയൻ ബി ഇവിടെ തന്നിട്ടുണ്ട്. ക്ലാസ് ഓഫ് 35 സ്റ്റുഡൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് നമുക്ക് ഇനി നമ്പർ ഓഫ് എലിമെന്റ്സ്. എൻ ഓഫ് എ യൂണിയൻ ബി is equal to 35. അപ്പൊ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് who like to play football and cricket. Cricket, how many people like? 24 like to play cricket. That means n of a is equal to 24 and n of b is equal to 16. We have to find n of a intersection b. That means who likes to play both football and cricket. അപ്പൊ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യാം. n of a യൂണിയൻ. അപ്പൊ ഇവിടെ ഇങ്ങനെ a b എന്നൊക്കെ കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ഇതങ്ങ് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ c അതിൽ അങ്ങോട്ട് മാറ്റണം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ n of a യൂണിയൻ b is equal to n of a plus n of b minus n of a intersection b. നമ്മൾ ഡയറക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണിത്. പക്ഷെ അത് വേർഡ് പ്രോബ്ലം ആണ്. അത് വായിച്ച് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഇതിലേക്ക് മാറ്റുന്നു. a യൂണിയൻ b is 35. n of a is equal to 24 plus 16 minus n of a intersection b. അപ്പോൾ നമുക്ക് a intersection b ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ n of a intersection b is equal to 24 plus 16 is how much? 40 minus 35 equal to 5. That means 5 students who like to play both football and cricket. അപ്പം ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is in a group of 70 people, 37 like coffee, 52 like tea, and each person likes at least one of the two drinks. How many people like both coffee and drink? This is an assignment question. We can pass on to the next type of question. അപ്പൊ ഇത് നിങ്ങൾ കാരണം ഇതുപോലെ തന്നെയുള്ള രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് അതേ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അത് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ തന്നിരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇപ്പൊ ഒരേ ടൈപ്പിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് അസൈൻമെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പിൽ നോക്കാം. In a group of fourth question, in a group of 65 people, 40 like cricket, 10 likes both cricket and tennis. How many likes tennis only and not cricket? How many like tennis? Question മനസ്സിലായ ഒരു ഗ്രൂപ്പിലെ 65 പേരുണ്ട്. 40 പേര് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരാണ്, 10 പേര് ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടപ്പെടുന്നു. How many like tennis only and not cricket? ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? അവർ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് ഹൗ മെനി ലൈക്സ് ടെന്നീസ്? ഇപ്പൊ ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ എത്രയാണ്? രണ്ടാമത് ടെന്നീസ് ക്രിക്കറ്റ് അതിൽ ഉൾപ്പെടും, ക്രിക്കറ്റും കൂടെ ഉൾപ്പെടും. ടെന്നീസ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടാത്തവരും ടെന്നീസ് ഇഷ്ടപ്പെടുന്നവരുടെ നമ്പറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സെറ്റ് കൺസിഡർ ചെയ്യാം. A be the set of students who likes or people
like cricket. B, who like tennis. B is the set of people like tennis, who like tennis. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെറ്റില് എത്ര ഗ്രൂപ്പിൽ എത്ര പേരാണെന്ന് പറഞ്ഞാൽ 65. അപ്പൊ നമുക്ക് n of A എന്ന് പറയുന്നത് ക്രിക്കറ്റ് 40 ലൈക്ക് ക്രിക്കറ്റ്. n of B എന്ന് പറയുന്നതാണ് നമുക്ക് ഹൗ മെനി ലൈക്ക് ടെന്നീസ്. n of B കണ്ടുപിടിക്കണം, അതറിയത്തില്ല. ഇനി പിന്നെ തന്നിരിക്കുന്ന നമ്പർ 10 ലൈക്സ് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്. ബോത്ത് എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ n of A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ഇവിടെ 65 എന്ന് പറയുന്നത് എന്താണ്? n of people who like at least one of the two games. That is n of A union B, that is 65. അപ്പൊ നമുക്ക് ഈ വെൻ ഡയഗ്രത്തിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫോർമുല ഇതാണ്. n of A union B is equal to n of A plus n of B minus n of A. ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് ആയില്ലേ, കാരണം 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ നമുക്ക് വെൻ ഡയഗ്രം പറയാൻ സാധിക്കും. ഇവിടെ ഇന്റർസെക്ഷൻ ഉള്ള കേസാണ്. അപ്പൊ n of A യില് നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എന്ന് പറഞ്ഞാൽ 40 ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 14 എഴുതാൻ പറ്റുമോ? ഇവിടെ നോക്കിയേ, n of A ഇന്റർസെക്ഷൻ B 10 ആണ്. അപ്പൊ ഇവിടെ 10, ബാക്കി വരുന്നതാണ് 30 ഇവിടെ, അല്ലേ? അപ്പൊ ടോട്ടൽ 40 ആണ്. അപ്പൊ ഇത് നമുക്ക് അറിഞ്ഞുകൂടാ, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇനി നമുക്ക് അറിയാവുന്ന കേസ് ഏതാണ്? ഈ ഫോർമുല അപ്ലൈ ചെയ്താല് n of A ഇന്റർസെക്ഷൻ A യൂണിയൻ B is equal to n of A plus n of B minus n of A intersection B. അല്ലേ? 65 is equal to n of A is 40 plus n of B അറിയത്തില്ല minus n of A intersection B is 10. അപ്പൊ ഇതിവിടെ 40 minus 10 is 30. അപ്പൊ n of B എന്ന് പറയുമ്പോൾ 65 is equal to 30 plus n of B. Therefore n of B is equal to number of elements in B, that means who likes tennis is 65 minus 30, that is 35. എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് കേസ്. ഹൗ മെനി ലൈക്ക് ടെന്നീസ്? 35 ലൈക്സ് ടെന്നീസ്. അപ്പൊ നോക്കിയേ, ഇനി ടെന്നീസും ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി ആൻഡ് നോട്ട് ക്രിക്കറ്റ്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ക്രിക്കറ്റും ടെന്നീസും രണ്ടും ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ആ രണ്ടും ഇഷ്ടപ്പെടുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി ബിയിൽ എത്ര വരുന്നുണ്ട്? അപ്പൊ n of B minus A കണ്ടുപിടിച്ചാൽ മതി. കാരണം ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സിനെ B എന്ന് പറഞ്ഞാൽ 35 എന്ന് കിട്ടി. അതിൽ 10 കോമൺ ആണ്. ബാക്കി എത്ര വരും ഇവിടെ? 25. അപ്പം people who like tennis only and not cricket എന്ന് പറയുന്നത് എന്താണ്? n of B minus A ആണ്. എന്ന് പറഞ്ഞ സെറ്റ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ. അപ്പൊ B minus A എങ്ങനെ കണ്ടുപിടിക്കുന്നു? നമുക്ക് ഈ ഫോർമുല അപ്ലൈ ആണല്ലോ. n of നമ്മൾ പഠിച്ചിട്ടുണ്ട്. n of B എന്ന് പറയുന്നത് എന്താണ്? n of B minus A plus n of A intersection B. അതുകൊണ്ട് അപ്ലൈ ചെയ്താൽ മതി, അല്ലാതെ നമുക്ക് എന്തായിരുന്നു അറിയുകയും ചെയ്യാം. അപ്പൊ n of B is equal to n of B minus A plus n of A intersection B. അപ്പൊ B minus A കണ്ടുപിടിക്കണം. n of B minus A is equal to n of B എന്ന് പറയുന്നത് എത്രയാണ്? 35. നമ്മളിവിടെ കണ്ടുപിടിച്ചു. 35 minus 10, that is 25. ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ അവിടെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇതാണ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ. വേറൊരു ടൈപ്പാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ഇത് പറയാം. ഹൗ മെനി ലൈക്സ് ക്രിക്കറ്റ് ഓൺലി ആൻഡ് നോട്ട് ടെന്നീസ് എന്ന് പറയുമ്പോൾ ഇതാണ് A minus B ആണ്. ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് വളരെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇപ്പൊ നമ്മൾ പഠിച്ച യൂണിയൻ, അതായത് ഓപ്പറേഷൻസ് ഓൺ സെറ്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് നല്ലവണ്ണം മനസ്സിരുത്തി പഠിക്കണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. Next question is, in a committee
people 50 people speak French, 20 speak Spanish, and 10 speak both Spanish and French. How many speak at least one of these two languages? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇപ്പം കമ്മിറ്റി 50 people speak French. So A be the set of people who speak French. അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം. A be the set of people who speak French. And B be the set of people who അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഫ്രഞ്ച് നമ്മൾ എഫ് എന്നും സ്പാനിഷ് എസ് എന്നും കൊടുത്താൽ എഫ് ഇന്റർസെക്ഷൻ എസും എഫ് യൂണിയൻ എസും എഴുതി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ആ രീതിയിൽ ചെയ്താൽ മതി. ഇത് അപ്പൊ ഇതൊന്ന് തറവായ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ബി ബി ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നു. ആൻഡ് സ്പീക്ക് സ്പാനിഷ്. ബി ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു സ്പീക്ക് സ്പാനിഷ്. അപ്പൊ നമുക്കറിയാം എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 50 and n of b, that is who speak Spanish, 20 and 10 speak both Spanish and French. എന്ന് പറയുമ്പോൾ എന്താണത്? രണ്ടും ഇന്റർസെക്ഷൻ. സോ n of a intersection b is equal to 10. Then how many speak at least one of these two languages? എന്ന് പറഞ്ഞാൽ at least one of the total number of, that is a union b ആണ്. You have to find A union B is the set. Now, number of people who speak, set of people who speak at least one of the two languages. ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി വേണം ചെയ്യാൻ. അപ്പം we have to find number of elements in A union B. വളരെ എളുപ്പമാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. n of A plus n of B minus n of A intersection B. അല്ലേ? അപ്പം n of A അറിയാം 50 plus 20 minus 10. എത്ര വരും? 20 minus 10 is 10 plus 50, 60 people. അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ 60 ആണ്. ഇത് വെൻഡാഗ്രാം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എളുപ്പത്തില്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പ്രയാസമില്ല ചെയ്യാം. അപ്പൊ ഇത് ആപ്ലിക്കേഷൻ ഓഫ് മനസ്സിലാക്കി നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് അനലൈസ് ചെയ്യണം. എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതിനെ നമുക്ക് എങ്ങനെ ഈ രീതിയിൽ ഫോമിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ വെൻ ഡയഗ്രം കൂടെ യൂസ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ 150 സ്റ്റുഡൻസ് were found to be taking tea and 225 taking coffee. 100 were taking both tea and coffee. Find how many students were taking neither tea nor coffee. അപ്പൊ അതെങ്ങനെ ചെയ്യാം നോക്കാം. ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, അതിൽ 600 സ്റ്റുഡൻസ് ഉള്ള ഒരു സ്കൂളിൽ സർവേ ചെയ്തപ്പോൾ 150 സ്റ്റുഡൻസ് were found to be taking tea. 150 പേര് ടീ കഴിക്കുന്നവരാണ്. 225 taking coffee and 100 both tea and coffee. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇവിടുത്തെ നമ്മളെടുത്ത ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 600 പേരിൽ ഇന്റർവ്യൂ ചെയ്തു അല്ലെങ്കിൽ സർവേ നടത്തിയതില് 180 225 ടോട്ടൽ 375. ബാക്കി ഇതിൽ കോമൺ ആയിട്ട് വരുന്നവരുണ്ട് 100 പേര്. അത് ബാക്കി നിർത്തിയാലും 375 മൈനസ് 1 എന്ന് പറയുമ്പോൾ 275. അപ്പൊ ടോട്ടൽ നമ്പർ വരുന്നില്ല. അപ്പൊ ഇത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് കാണാം. അപ്പൊ ഇവിടെ യു എന്ന് പറയുന്ന എലമെന്റ് ആയിട്ട് എടുക്കാം. ലെറ്റ് യു ബി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു സർവേ, സെറ്റ് ഓഫ് സ്റ്റുഡൻസ് സർവേഡ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. കാരണം ഇവിടെ നമ്മളെ യൂണിയൻ എ യൂണിയൻ ബി അല്ലെങ്കിൽ സെറ്റ് എടുത്തിരുന്നത്. ഇവിടെ പക്ഷെ യൂണിയൻ എ യൂണിയൻ ബി അല്ല. ഇവിടെ ടോട്ടൽ ഇത്ര പേരിൽ നിന്ന് ഇത്ര പേരെ കണ്ടുപിടിച്ചു. അപ്പം അത് യു ആണ്. അപ്പൊ എൻ ഓഫ് യു എന്ന് പറയുന്നത് ഇവിടെ 600 ആണ്. ഇനി നമ്പർ ഓഫ് എ ബി ദ സ്റ്റുഡൻസ് found to be taking tea. അപ്പം എ ബി ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് found to be taking tea and B with the set of students who found to be taking coffee. ഇങ്ങനെ എടുക്കാം. അപ്പൊ n of A എന്ന് പറയുന്നത് 150, n of B എന്ന് പറയുന്നത് 225 and 100 were taking both tea and coffee. അപ്പൊ നമുക്ക് അതറിയാം. A intersection B 100. First we want to find, ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? Find how many students were taking neither tea nor coffee. അപ്പൊ ഇത്രയും പേരിലെ സർവേ ചെയ്തതില് കുറച്ചു പേരെ ഉള്ളൂ ടീയും കോഫിയും എടുക്കുന്നവർ. കുറച്ചു പേര് ഒന്നും ഉപയോഗിക്കാത്തവരുണ്ട്. ടീയും കോഫിയും കഴിക്കാത്തവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ നമുക്ക് ആദ്യമേ കഴിക്കുന്നവരുടെ എണ്ണം കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ നമുക്ക് വേണ്ട ഇതിന്റെ സഹായത്തോടെ അത് ചെയ്യാൻ പറ്റും. അപ്പം n of a union b is equal to n of a plus n of b നമ്മൾ അപ്ലൈ ചെയ്യുന്നു ഫോർമുല. അപ്പൊ ഇവിടെ n of a തന്നിട്ടുണ്ട്, n of b n of a. അപ്പൊ 150 plus 225 minus 100. അപ്പൊ 150 എത്ര വരും? അല്ലെങ്കിൽ ഇതാണ് മൈനസ് ചെയ്യാം. 225 minus 100 125. 125 plus 150 275. ഇതാണ് n of a union b എന്ന് പറയുന്നത്. അപ്പൊ ഈ 600 അല്ലല്ലോ, വ്യത്യാസമുണ്ട്. അപ്പം ഇതാണ് നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഡ്രിങ്ക് അല്ലേ. ഇത് കോഫി അല്ലെങ്കിൽ ടീ യൂസ് ചെയ്യുന്നവരുടെ ആണ്, ഏതെങ്കിലും ഒന്നെങ്കിലും യൂസ് ചെയ്യുന്നവരാണ് ഇത്ര എണ്ണം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പീപ്പിൾ ഹു അല്ലെ ഇവിടെ സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് ഹു ഡ്രിങ്ക് നൈദർ ടീ നോർ കോഫി ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. എന്താ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കമ്പയർഡ് ടു യൂണിവേഴ്സൽ സെറ്റ്. കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഓഫ് എ സെറ്റ് എ ഈസ് ദ സെറ്റ് ഓഫ് എലമെന്റ്സ് ഇൻ യു വിച്ച് ആർ നോട്ട് ഇൻ എ. അപ്പൊ ഇവിടെ എ യൂണിയൻ ബി, ഇപ്പൊ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ the elements which belongs to U and not belongs to A union. അപ്പൊ A union B യുടെ മൊത്തം എലമെന്റ്സ് ബാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സ് ആണ്. അപ്പൊ which is equal to U minus A union B. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുന്നത് n of A union B complement, that is U minus n of U minus n of A union B. n of U that is 600. 600 minus എന്താണ്? 275. അപ്പൊ എത്ര വരും? 325 people drink neither coffee nor tea. ടീയും കോഫിയും കഴിക്കാത്തവര് ഇത്രയും പേരുണ്ട്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ. പക്ഷെ വളരെ എളുപ്പമാണ്, നമുക്ക് ഇവന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് കൂടി തരാം. റൈറ്റ് ക്വസ്റ്റ്യൻ. In a group of 850 persons, 600 speak Hindi and 340 can speak Tamil. 600 total തന്നിട്ടുണ്ട്. Group of 850 persons, 600 can speak Hindi, 340 can speak Tamil. Then the question is, find how many can speak both Hindi and Tamil. Find first one is how many students can speak both Hindi and Tamil. Second one is how many can speak Hindi only. How many can speak Hindi only. That is also an assignment. അപ്പം നന്നായിട്ട് മനസ്സിലായി. നമ്മൾ എന്താണെന്ന് പഠിച്ചത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു. ഏതിന്റെ യൂണിയന്റെ ഇന്റർസെക്ഷന്റെ ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം, കോംപ്ലിമെന്റും ഡിഫറൻസും എല്ലാം കൂടെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിന് നമ്മൾ പഠിച്ച ഫോർമുല ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. നമ്പർ ഓഫ് ഇഫ് എ ബി ആർ any two finite sets, then n of A union B is equal to n of A plus n of B minus n of A intersection B. If A and B are disjoint set or A intersection B is equal to null set, then the formula is n of A union B is equal to n of A plus n of B. n of A നമ്മൾ Venn diagram വെച്ചാണ് n of A is equal to n of A minus B plus n of A intersection B. അതുപോലെ തന്നെ n of B is equal to n of A B minus A plus n of A intersection B. അതുപോലെ മൂന്ന് സെറ്റ്സ് വരും. n of A union B union C is equal to n of A plus n of B plus n of C minus n of A intersection B minus n of B intersection C minus n of A intersection C plus n of A intersection B intersection C. അപ്പോൾ ഇത്രയുമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിന്റെ പ്രോബ്ലംസും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇനി അടുത്ത
വേറെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ഈ വർഷവും അടുത്ത വർഷവും ഉപയോഗിക്കേണ്ടത്. അത് വളരെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യമാണ്. അപ്പം ഇതിന്റെ കണ്ടിന്യൂഷൻ ഇനി അടുത്ത വീഡിയോ, കാരണം ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത വീഡിയോയിൽ തരുന്നതാണ്. അതിലേക്ക് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.